ഹായ് ഫ്രണ്ട്സ്, എത്ര മഴയായാലും രാവിലെ ഇതിൻ്റെ അകത്തൂടെ ഒന്നും നടന്നില്ലെങ്കിൽ എനിക്കറിയില്ല, ഒരു സമാധാനക്കേടാണ്. എല്ലാത്തിനെയും ഒന്ന് കണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് തൊട്ട് ഒന്ന് തലോടി. ഇതുണ്ടോ, ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്, നിൽക്കൂല, ചാരി വെച്ചാൽ പോലും നിൽക്കൂല. ഒരു കമ്പൊക്കെ ഒന്ന് കുത്തി നോക്കാമെന്നോർത്തോണ്ടാ. ഇതൊക്കെ ഞാൻ പിന്നെ പിടിച്ച് കെട്ടി വെച്ചേക്കാണ്. വേറെ ഒരാളെ കാണിക്കാട്ടോ. എന്തോ കർണയുടെ അടുത്ത ബഡും വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട്, എന്തൊരു വലിയ ഫ്ലവറാണെന്നറിയാമോ, നല്ല അടിപൊളി ഫ്ലവറാണ്. അതുപോലെ തന്നെ ഈ കർണയുടെ പ്രത്യേകത എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൻ്റെ ആ മുത്തുമണി പോലെയുള്ള ഇതൊക്കെ കാണാൻ എന്ത് രസമാണ്, നല്ല ഭംഗിയാണ്, നല്ല വലിപ്പമാണ്. അതുപോലെ ചില ഫ്രണ്ട്സ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ബഡ്ഡേയിൽ തൊട്ട് കഴിയുമ്പോൾ ബഡ് വിരിയൂല, അത് കരിഞ്ഞു പോകുമെന്ന്. ഞാൻ എൻ്റെ എല്ലാ ബഡ്ഡേയിലും തൊടാറുണ്ട് കേട്ടോ, എല്ലാ ബഡ്ഡേയിലും തന്നെ ഞാൻ തൊടാറുണ്ട്. പക്ഷെ അവരെ നോവിക്കുവോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ പതിയെ ഇങ്ങനെ തൊട്ട് തലോടി അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അവർ വിരിഞ്ഞു വരുന്നത്. നോക്കി സുന്ദരമായിട്ടാണ് വിരിഞ്ഞിരിക്കുന്നതെന്ന് നോക്കി, ഭയങ്കര ഇഷ്ടമാണ്. ഈ താമരത്തോട്ടത്തിൽ രാവിലെ കയറിയില്ലെങ്കിലാണ് സമാധാനക്കേട്. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. ഒരു ആമ്പലുകൂട്ടം വിരിഞ്ഞിരിക്കുന്നുണ്ടാ, അവനാണ് എൻ്റെ ഇവിടെ ഈ മുകളിൽ വെച്ചേക്കുന്നതിൽ ആദ്യം വിരിഞ്ഞ താമരയല്ല, ആമ്പൽ അതാണ് കേട്ടോ. എന്താ എൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. എന്തായാലും ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരിനാണ്, അത് അടിപൊളി ഇനാണ്. ഇതുണ്ട്, ഇതിലും ഒരു മുട്ട വന്ന് നിൽക്കുന്നുണ്ടോ, അടിപൊളിയല്ലേ. ഇത്രയും ചെറിയ മുട്ടയിലൊന്നും ഞാൻ പിടിക്കില്ല കേട്ടോ. മുട്ട ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ പിടിക്കാറേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള മുട്ടയിലൊന്നും ഞാൻ കയറി തൊട്ട് അവരെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തേത്. സൗണ്ടൊക്കെ ആകെ പോയിരിക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, വേറെ ഒന്നും ഓർക്കാനില്ല. അടിപൊളിയായിട്ടിരിക്കുന്നു. കണ്ടോ എന്ത് രസമാണ്. ഹൈ ഇതാണ് ഇന്നത്തെ സന്തോഷം.